ഒരു മുഅ്മിനായ പുരുഷനും ഒരു മുഅ്മിനായ സ്ത്രീക്കും പറ്റുകയില്ല. ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം, അവരുടെ വകയിൽ അവർക്കൊരു ചോയ്സ് പിന്നെ ഇല്ല. അല്ലാഹു പറഞ്ഞത് എന്താണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു. എൻ്റെ കയ്യിൽ ഒരു ചെറിയ മോതിരം ഉണ്ട്, വെള്ളിയുടെ ഒരു മോതിരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിച്ചിരുന്നു. അതുകൊണ്ട് അത് സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. ചെറുവിരലിലാണ് ധരിച്ചത്, അതുകൊണ്ട് ചെറുവിരലിലാണ് സുന്നത്ത്. വേറെ വിരലുകൾക്ക് ധരിച്ചാലോ ചില ഇമാമിങ്ങൾ പറഞ്ഞു ഹറാമാണ്, വേറെ ചിലർ പറഞ്ഞു കറാഹത്താണ്. ഏതായാലും പാടില്ലാത്തതാണ്. ചെറുവിരലിനാണ് മോതിരം ധരിക്കേണ്ടത്. അത് വെള്ളിയുടേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. അതുകൊണ്ട് ചെമ്പിൻ്റെയോ മുക്കിൻ്റെയോ മറ്റ് പിത്തളയുടെയോ ഒക്കെ ധരിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് നല്ലതല്ല. എന്നാൽ പൊന്നിൻ്റേത് ധരിച്ചാലോ ഇമാമിങ്ങൾ പറഞ്ഞു അത് ഹറാമാണ്. ഇത് എനിക്ക് അല്ലാഹു തആല തന്ന നിയമമാണ്, പുരുഷന്മാർക്ക് അല്ലാഹു തന്ന നിയമമാണ്. ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, ഇത് രണ്ടും എൻ്റെ സമുദായത്തിലുള്ള പുരുഷന്മാർക്ക് ഹറാമാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്വർണ്ണാഭരണം ധരിച്ചാൽ ഹറാം. അതിന് തൂക്കം ഉണ്ടെങ്കിൽ, അഥവാ അതിന് സക്കാത്തിൻ്റെ നിസാബ് കണക്ക് ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് എൻ്റെ ഭാര്യ സ്വർണത്തിൻ്റെ മോതിരം മാത്രമല്ല, വള മാത്രമല്ല, പാദസരം മാത്രമല്ല, മാല മാത്രമല്ല, കാതിലത് മാത്രമല്ല, അങ്ങനെ ഏകദേശ സ്ഥലത്തും പൊന്നിടുകയാണ്. എൻ്റെ ഭാര്യ എന്നല്ല, നിങ്ങളെ ഭാര്യ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഞാൻ മുന്നോട്ട് നോക്കാറുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സ്ത്രീകൾക്ക് സ്വർണം ധാരാളമായി ധരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്ത്രീകൾ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തും കൊടുക്കേണ്ടതില്ല, ജദീദായ അഭിപ്രായ പ്രകാരം. അതാണ് പ്രബലം. ധരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി, 1-2 ദിവസം ധരിച്ച്, പിന്നെ അതുകൊണ്ട് ലോക്കറിൽ വെച്ച്, പിന്നെ ഇപ്പം കല്യാണത്തിന് പോകുമ്പോൾ എടുത്ത് ധരിക്കും. അതും ധരിക്കുന്നത് തന്നെയാണ്, അത് സൂക്ഷിക്കാനുള്ളതല്ല. നേരെ മറിച്ച് നല്ല ആഭരണം വാങ്ങിയിട്ട് പൊന്ന് സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ആഭരണം ആയി എന്നുള്ളത് കൊണ്ട് സക്കാത്ത് ഇല്ലാതിരിക്കില്ല. അത് സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങി സൂക്ഷിച്ചതാണ്, അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു നിയമം, പുരുഷന്മാർക്ക് വേറെ ഒരു നിയമം. സ്വർണം ധരിക്കുന്നതിൽ, വെള്ളി ധരിക്കുന്നതിലും അങ്ങനെ തന്നെയാണ്. വെള്ളി പുരുഷന്മാർ ഈ ഒരൊറ്റ മോതിരല്ലാതെ പിന്നെ ധരിക്കാൻ പാടില്ല. അത് പുരുഷന്മാർക്കും തെറ്റാണ്. ചിലർ കുറേ മോതിരം ധരിച്ചാൽ ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇവരൊക്കെ കേട്ടാണ്. അത് ഈ വ്യാജ തരീഖത്തുകാരൊക്കെ പലരും പറ്റിക്കുന്നതാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച നിയമം. അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മൂമിനാകുന്നത്, മുസ്ലിമാകുന്നത്. അത് തള്ളാൻ പാടില്ല. അവിടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താ ആണുങ്ങൾക്ക് എന്താ പൊന്ന് ധരിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഏത് പറ്റൂ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം പൊന്നിനെ സൃഷ്ടിച്ചവൻ പടച്ചവനാണ്. സ്വർണം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. സ്വർണം അള്ളാഹുവിൻ്റേതാണ്. തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞ പടച്ചവൻ്റെതാണ് സ്വർണം. നമ്മളതിന് സ്വർണം ഉണ്ടാക്കിയിട്ടില്ല. സ്വർണം ഉണ്ടാക്കിയത് അള്ളയാണ്, പഠിച്ചത് അള്ളയാണ്. വെള്ളി പഠിച്ചതും അള്ളാഹുവാണ്.
എല്ലാം പടച്ചവൻ അല്ലാഹുവാണ്. ഖാലിഖു കുല്ലി ശൈ. ആ പടച്ചവന്റെ വസ്തുക്കൾ ആര്, എത്ര, എങ്ങനെ, എപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള അധികാരം ഉടമസ്ഥനായ അല്ലാഹുവിനാണ്. എന്നാൽ ആണും പെണ്ണും അതാരും ആരെയും ബാപ്പയും ഉമ്മയും സൃഷ്ടിച്ചതല്ല. ബാപ്പാക്കും ഉമ്മാക്കും മക്കളെ സൃഷ്ടിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളുണ്ട് ഉസ്താദേ മക്കളില്ല എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറയുന്നവർ. അവർക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ, ഉണ്ടാക്കാൻ കഴിയൂല. അത് അള്ളാഹു തന്നെ സൃഷ്ടിക്കണം. അവർക്ക് വിവാഹം കഴിക്കുക എന്ന നിമിത്തവുമായി ബന്ധപ്പെടാൻ കഴിയും. ശേഷം അവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയും. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്, അത് നിമിത്തമാണ്. ഒരു മകനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് തീരെ മക്കളില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺകുട്ടികളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. ഇവരെക്കാൾ വലിയ ആരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലുമില്ല. അവർക്ക് തന്നെയും സ്വന്തത്തിൽ അധികാരമില്ല. സൃഷ്ടാവായ അല്ലാഹു നൽകുന്നത് ലഭിക്കും എന്നല്ലാതെ ആർക്കും സ്വന്തത്തിൽ ഒരു അധികാരവും ഇല്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചത്. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സിഎം വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സിഎം വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചവടക്കടിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സിഎം വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പം പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവായിദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതുന്നത് മഗ്രിബിൻ്റെയും ഉറങ്ങുന്നതിൻ്റെയും മുമ്പായിട്ട്. എൻ്റെ തുടക്കം തന്നെ അതാ, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ഇതുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്.
ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫിത്നക്കാരുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, തഫ്താസാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമിങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നവരാണ്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിച്ച മഹാനാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുന്ന കാലത്ത് മഹാന്മാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിൻ്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ് 2 റകഅത്ത്? ദുഹർ എന്താണ് 4 റകഅത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത, ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്, അപ്പോഴല്ലേ കുറച്ച് റകഅത്ത് കുറക്കേണ്ടത്? സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇൻ്റെ ശേഷം 2 റകഅത്ത്, പകൽ മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റകഅത്ത്? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിൻ്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അല്ലാഹുവിൻ്റെ പ്രസിദ്ധരായ ഔലിയാക്കൾ അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബി തങ്ങളോട്, ഓ നബിയെ, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അപ്പോൾ അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഈ വീടുകളിൽ കിടക്കുന്നവരെ എന്ന്
ഖബറിലുള്ളവരെ വിളിച്ച് സലാം പറയാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് സുന്നത്തുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസുണ്ട്, ലഅനല്ലാഹു സുഫാറാത്തിൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയും ഒരു ഹദീസുണ്ട്. അപ്പോൾ ഇമാമിങ്ങൾ ആ ഹദീസുകളൊക്കെ പഠനവിധേയമാക്കി. എന്നിട്ട് ഇമാമിങ്ങൾ പറഞ്ഞു, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ബാപ്പ ഉമ്മ, സാധാരണക്കാരായ ബാപ്പ ഉമ്മ, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ഒന്നുകിൽ കറാഹത്ത്, ചിലർ ഹറാം എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് എല്ലാവർക്കും സിയാറത്ത് ചെയ്യൽ വലിയ പുണ്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, തെറ്റുകൾ വന്നുപോയ ആളുകൾ, നമ്മൾ ആരാണ് ഒരു തെറ്റും ചെയ്യാത്തവർ? അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകുമാറാകട്ടെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തി, യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീൻ, തെറ്റുകൾ ചെയ്തു പോയവർ, പാപം ചെയ്തു പോയവർക്ക് അല്ലാഹു നിർദ്ദേശം നൽകുന്നു. എന്താണ് അല്ലാഹു നിർദ്ദേശം നൽകിയത്? ജാഊക്, ഓ നബിയെ തങ്ങളെടുക്കൽ വരട്ടെ. ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെടുക്കൽ വന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ വയസ്അലൂഹു, അല്ലെങ്കിൽ വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. നബി തങ്ങളുടെ സമീപത്ത് വന്ന് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ, അൻ യസ്തഗ്ഫിറ ലഹും, ഞങ്ങളെ ദോഷം പുറത്തു തരാൻ ഓ നബിയെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെടട്ടെ. അങ്ങനെയുണ്ടായിട്ട് അവർ പടച്ചവനോട് നബിതങ്ങളെ സമീപത്ത് വെച്ച് മാപ്പ് ചോദിക്കുകയും നബിതങ്ങളോട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും, ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവരെ ദോഷം പൊറുക്കുന്നവരായി, തൗബ സ്വീകരിക്കുന്നവനായി, റഹ്മത്ത് ചെയ്യുന്നവനായി അവർക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ കഴിയും നിശ്ചയം. അപ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തവർ നബിതങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ചില ഇമാമിങ്ങൾ പറഞ്ഞു, സാധിക്കുമെങ്കിൽ നബിതങ്ങളെ ഖബർ സിയാറത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോരാ, വുജൂബാണ് എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു സുന്നത്ത് എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും നബിതങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യണം എന്നതിൽ തർക്കം ഇല്ല. അത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞു. അവിടെ തന്നെ ഇമാമിയങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, മശ്ഹൂറുൽ വിലായ, വലിയാണെന്നത് പ്രസിദ്ധമായ മഹാന്മാർ. ആരോ ഒരുത്തൻ എന്തെല്ലോ കോപ്പിരാട്ടി നടത്തി ഇങ്ങനെ കാണിച്ചിങ്ങനെ നടന്ന്, സുബ്ഹാനല്ലാഹ്, അയാളെ പിടിച്ച് വലിയാക്കുന്ന പരിപാടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാർ, അവരാണ് ഔലിയാക്കൾ. അപ്പോൾ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ, മശ്ഹൂറുൽ വിലായ, വിലായത്ത് പ്രസിദ്ധമായ മഹാന്മാർ, അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്താണ്. എന്തുകൊണ്ട്? ലിഅന്നഹു യസ്ലു മിൻഹും മദദുൻ. ഇങ്ങോട്ടോ, അവരിൽ നിന്ന്, ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കും. അത് സ്ത്രീകൾക്കും കിട്ടണമല്ലോ, അതുകൊണ്ട് സ്ത്രീകൾക്കും അത് സുന്നത്താണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹിയയിൽ രേഖപ്പെടുത്തിയത് കാണാം. യതഫാവതു ബിഖദ്രി ദറജാതിഹിം, ഖബറിൽ കിടക്കുന്ന മഹാന്മാരുടെ ഡിഗ്രി പദവി അനുസരിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളും അതനുസരിച്ച് വ്യത്യസ്തമായി ലഭിക്കും. ആകയാൽ സ്ത്രീകൾക്കും മഹാന്മാരുടെ ഖബർ സിയാറത്ത് സുന്നത്തുണ്ട്. പക്ഷേ സ്ത്രീകൾ കല്യാണത്തിന് പോകുമ്പോഴും സിയാറത്തിന് പോകുമ്പോഴും ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും
റേഷൻ ഓഫീസിൽ പോകുമ്പോഴും ഇലക്ഷന് പോകുമ്പോഴും അങ്ങനെ പലതിനും പോകേണ്ടി വരുമല്ലോ. ആവശ്യത്തിനുള്ള പോക്കുകൾ, അവിടെയെല്ലാം സ്ത്രീകൾ പൂർണ്ണമായി ശരീരം മറക്കണം. അന്യപുരുഷന്മാരുടെ കൂടെ പോകാൻ പാടില്ല. അന്യ പുരുഷന്മാരുമായി തട്ടിമുട്ടി പോകാൻ പാടില്ല. മറിച്ച് അതിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ സ്ത്രീകൾക്കും മഹാന്മാരുടെ ഖബർ സിയാറത്ത് സുന്നത്തുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ബാപ്പ ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോണ്ടാന്നും പറഞ്ഞ്, ഭർത്താവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോണ്ടാന്ന് പറഞ്ഞ്, നബിതങ്ങൾ ഖബർ സിയാറത്ത് പോണമെന്ന് പറഞ്ഞ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞ്, അങ്ങനെ ബദരീങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ പോണ്ടാന്ന് പറഞ്ഞു? എന്താണ്? അതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറയാനുണ്ട്. അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കലും വെറുക്കലുമാണ്. ബാപ്പാനെ സ്നേഹിക്കുന്നത് ബാപ്പയായതുകൊണ്ടാണ്, ഉമ്മാനെ സ്നേഹിക്കുന്നത് ഉമ്മയായതുകൊണ്ടാണ്, ഔലിയാക്കളെ സ്നേഹിക്കുന്നത് അള്ളാഹിൻ്റെ ആളായതുകൊണ്ടാണ്, അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹ് സ്നേഹിച്ചവരായതുകൊണ്ടാണ്. അതുപോലെ ബദരീങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. അമ്പിയാക്കളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ നബിമാർ എന്ന നിലക്കാണ്. മറ്റത് നമുക്ക് ചോറും കഞ്ഞൊക്കെ തന്ന ആൾ, നമ്മളെ പോറ്റി വളർത്തിയ ആൾ, അത് ഭൗതികമാണ്. ഇത് ആത്മീയമാണ്. ആത്മീയമായ ബന്ധത്തിനാണ് ഭൗതിക ബന്ധത്തേക്കാൾ സ്ഥാനം. കാരണം ആത്മാവിനാണ് ശരീരത്തെക്കാൾ സ്ഥാനം, അല്ലേ? ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, അല്ലാഹു കാക്കട്ടെ. നമ്മൾ അവിടെ അപകടത്തിൽപ്പെട്ടാൽ എന്താ ചെയ്യുക? ഡ്രൈവർ അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് വാഹനവും അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റിയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? വാഹനം എല്ലാം വർക്ക്ഷോപ്പിലെത്തിക്കുക? അല്ല, ഈ മനുഷ്യനെ പെട്ടെന്ന് ആസ്പത്രിയിലെത്തും. കാരണം മനുഷ്യൻ ഡ്രൈവറാണ്, വാഹനം അത് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. ഇതുപോലെ ആത്മാവാണ് ഡ്രൈവർ, ശരീരം വണ്ടിയാണ്. ഈ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ആത്മാവ്. ആത്മാവിനാണ് ശരീരത്തെക്കാൾ മഹത്വം. അതുകൊണ്ട് തന്നെ ആത്മാവിന് ഭക്ഷണവും മരുന്നും തരുന്നവരാണ് മഹാന്മാർ. അവർക്ക് ശരീരത്തിന് ഭക്ഷണവും വെള്ളവും തന്നവരെക്കാൾ മഹത്വമുണ്ട്. അവരെ സ്നേഹിക്കൽ കൂടുതൽ കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ബന്ധത്തിന് കൂടുതൽ സ്ഥാനം കൽപ്പിക്കുന്നത്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല, എത്ര പറഞ്ഞാലും തീരാത്ത ഒരു സബ്ജക്റ്റാണത്. സുഹൃത്തുക്കളെ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താക്കി. ഇസ്ലാമിൻ്റെ നിയമമായിട്ട് അങ്ങനെ പോവും. അപ്പം അവിടെ ഒരു സംശയം, പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ പെണ്ണുങ്ങളെ വിടുന്നില്ലല്ലോ മുജാമാർ. പെണ്ണുങ്ങളെ വിടുന്നില്ല. ആരെ പെണ്ണുങ്ങളെ വിടാത്തത്? ആരെ പെണ്ണുങ്ങളെയാണ് വിടാത്തത്? അമ്പലത്തിൽ പോകുന്ന ധാരാളം ഹൈന്ദവരായ സ്ത്രീകളില്ലേ, അവരുണ്ട് നമ്മളാരോ പിടിച്ചു വെക്കുന്നത്? അവരവരെ മതത്തിൻ്റെ വിശ്വാസമായിട്ട് പോകുന്നു. ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ ധാരാളം ഇല്ലേ, ചർച്ചുകളിൽ നമ്മളുണ്ട് അവരെ പിടിച്ചു വെക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ മതത്തിലും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? പിന്നെ ആരെയാണ് പോകാൻ വിടാത്തത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പെണ്ണുങ്ങളെ പള്ളിയിൽ പോകാൻ പെടുന്നില്ല. ആരെ പെണ്ണുങ്ങളെ? ഇവൻ്റെ പെണ്ണുങ്ങളല്ല, എൻ്റെ പെണ്ണുങ്ങളെ, എൻ്റെ ഭാര്യനെ. അതെന്താ കാരണോ? എനിക്കെൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്ത് കിടക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ പള്ളിയിൽ പോകാൻ ഞാൻ അനുമതി കൊടുക്കാറില്ല. അവൾക്ക് ചോദിക്കാറുമില്ല കേട്ടോ. കാരണം അവൾക്കറിയാം ഈ പോകുന്നതിൽ ഗുണമില്ല എന്ന്. അവൾ എൻ്റെ വേദ കേൾക്കലുണ്ട്. എൻ്റെ മാത്രമല്ല, വേറെയും പലതും കേൾക്കൽ. അവിടെ അവൾ വിശ്വസിക്കുന്നത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് എൻ്റെ ഭാര്യ വിശ്വസിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ നിയമം പറയാൻ അള്ളാഹ് പറഞ്ഞു വെച്ച് മുഹമ്മദ് നബി നിങ്ങളെയാ, വേറെ ആരെയും പറഞ്ഞു വെച്ചിട്ടില്ല ഇവിടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. വീടാണ് ഖൈറ് എന്ന് റസൂലുള്ള പറയുമ്പോൾ അതല്ല, റസൂലുള്ളാഹിക്ക് തെറ്റിപ്പോയി. പള്ളിയാണ് ഖൈറ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ പിന്നെ എന്ത് മുസ്ലിമാ? റസൂലുള്ളാഹിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മുസ്ലിം ആവൂ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്
ഏത് നബിയാണത്? അതെ, നിങ്ങൾ 100 പവന്റെ സ്വർണം വാങ്ങിയിട്ട് ഭാര്യയ്ക്ക് കൊടുത്തോളി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ നബിയാ? പെണ്ണുങ്ങളോടെന്തോ വിരോധം ഉണ്ടായിട്ടാ? അല്ലല്ലോ. ഇസ്ലാമിന്റെ നിയമം, അള്ളാഹു പഠിപ്പിച്ച നിയമം, അത് അതേ വിധത്തിൽ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ലോകത്ത് ഏറ്റവും വലിയ വലിയ ആരാണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിച്ചവരും ജീവിക്കുന്നവരുമായ സർവ്വ ഔലിയാക്കളിലും ഏറ്റവും വലിയ മഹാനായ വലിയ അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതിനേക്കാൾ വലിയ ഒരു ഖുതുബും ഇല്ല, ഒരു വലിയും ഇല്ല, ഒരു മഹാനും ഇല്ല. അവരാണ് ഏറ്റവും വലിയ വലിയ, ഏറ്റവും വലിയ ഖുതുബ്. രണ്ടാം സ്ഥാനം ആർക്കാണ്? അതാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ ചോടയാണ് എല്ലാ മുഹീദ്ദീൻ ശൈഖും, എല്ലാ റിഫായി ശൈഖും, എല്ലാ അജ്മീർ ശൈഖും, എല്ലാ സിയം വലിയുള്ള ഒക്കെ അതിൻ്റെ ചോടയാണ്. ഏറ്റവും ടോപ്പിലുള്ളവരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹ മഹദിക്ക് ഈ ഹദീസ് കിട്ടിയിരുന്നില്ല. ഏത് ഹദീസ്? വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഖൈർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ വിവരം ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ സ്ത്രീ വിചാരിച്ചു, രാത്രി ഇശായിന് പള്ളിയിൽ പോയാൽ ആരും കാണൂലല്ലോ, ഇരുട്ടല്ലേ, നമ്മളിവിടുത്തെ ഇപ്പോഴുള്ള പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, കറണ്ടൊന്നും ഇല്ലല്ലോ, ആരും കാണൂലല്ലോ. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിച്ച് പോന്നാൽ എന്താ? പ്രത്യേകിച്ച് പലപ്പോഴും ഇമാമത്തിൻ്റെ ഭർത്താവും അല്ലേ, ഭർത്താവ് അവിടെ ഉണ്ടാവുകയും ചെയ്യൂലേ. അതേപോലെ സുബഹിക്കും ഇരുട്ടാവൂലേ, അപ്പം ആരും കാണൂലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ആതിക ബീവി പള്ളിയിൽ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മകൻ റിപ്പോർട്ട് ചെയ്യാണ്, യക്റഹു ദാലിക, ഉമർ ഇബ്നുൽ ഖത്താബ് അതിനെ വെറുത്തു. ഒരു നല്ല കാര്യത്തിനെ വെറുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വെറുത്തു. പക്ഷേ ആ സ്ത്രീയെ ബാഹ്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് തടഞ്ഞില്ല. ബാഹ്യമായി തടയാന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ വിടൂല, ഞാൻ പോകാൻ വിടൂല, അങ്ങനെ പറഞ്ഞാൽ കുൽമാലാവൂലേ, പുരയില് തല്ലാവൂലേ, അവൻ്റെ കുട്ടികൾ കരയൂലേ? അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകണ്ടെന്ന് നബിതങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ പള്ളി നിങ്ങൾ ബലം പ്രയോഗിച്ച് തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കുടുംബകലഹവും അതുപോലെ ദാമ്പത്യ ജീവിതം തകരാറൊക്കെ കാരണമാകും. അതേ സമയത്ത് നബിതങ്ങൾ പറഞ്ഞല്ലോ വീടാണ് ഖൈറ്, അതുകൊണ്ട് തന്നെ തടഞ്ഞു കഴിഞ്ഞില്ലേ. പിന്നെ ഖൈർ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ പെണ്ണും പോകില്ലല്ലോ, അള്ളാൻ്റെ പൊരുത്തം വിചാരിക്കുന്ന ഒരു പെണ്ണും പോകില്ലല്ലോ, തടയൽ അതുകൊണ്ട് കഴിഞ്ഞു. പക്ഷേ ആ വിവരം ഈ സ്ത്രീ അറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭാര്യ ആ ഹദീസ് അറിയില്ല. അതുകൊണ്ടാണ് മഹദി ഇരുട്ടിൽ പോകാമെന്ന് വിചാരിച്ചു പോയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഇവൾ പോകുന്നതിപ്പോൾ ഇല്ലാതെയാകണം, അതേ സമയത്ത് തല്ലുണ്ടാക്കാനും പറ്റൂല, കുടുംബത്തിൽ കുഴപ്പമുണ്ടായിരുന്നു. അതിനെന്താ ഹിക്മത്ത്? ഖുർആൻ പറഞ്ഞില്ലേ, അൽ ഹിക്മത്ത് കൊണ്ട് ദീനീ പ്രബോധനം നടത്തണം. ഉമർ റളിയല്ലാഹു അൻഹു ആതിക ബീവി പോകുന്ന വഴിക്ക് ഇരുട്ടിൽ പോയിട്ട് ഒളിച്ചു നിന്ന് ആതിക ബീവി പള്ളിയിലേക്ക് നമുക്ക് കൊടുത്തൊരൊറ്റ അടി. ആരാ അടിച്ചതെന്നൊന്നും മനസ്സിലായില്ല, ആളെ തിരിഞ്ഞാലല്ലേ കുഴപ്പമുണ്ടാവുള്ളൂ. കൊടുത്തൊരടി, അടി കിട്ടിയപ്പോൾ ആതിക വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല. അത് എന്തേ? ബൈക്കിൽ നിന്ന് അടി കിട്ടിയതാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് അടിച്ചത്. അപ്പോൾ ഈ അടി കിട്ടിയത് കൊണ്ട് പിന്നെ ആ സ്ത്രീ പോയില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്താകുന്നവരെ പോയില്ല. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായതിന് ശേഷം ആ സ്ത്രീയെ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പേര് പറഞ്ഞ് പ്രഖ്യാപിച്ച 10 ആളുകളിൽ ഒരാളായ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് അപ്പത്തിൽ ഒരാളാണ്. സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചപ്പോൾ ഈ സ്ത്രീ വീണ്ടും സുബഹിക്കും ഇശാഇനും പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങി. സുബൈർ റളിയല്ലാഹു അൻഹു അതേ പരിപാടി തന്നെ നടത്തി. വഴിക്ക് പോയിട്ട് ഒളിച്ചു നിന്നിട്ട് കൊടുത്തൊരടി. അടി കിട്ടിയപ്പോൾ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ജനങ്ങൾ നാശമായി പോയി, ഇനി ഞാനൊരു കാലത്തും പോകുന്നില്ല. നബിനെ പോയിട്ടുമില്ല, ആകെ പോയൊരു സ്ത്രീയാണത്. അതും ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ്. ഇതൊക്കെ എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഉസ്താദ്മാരെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഒരിക്കലും എന്നോട് ചോദിക്കൂല പോട്ടെ.
ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെയാ പറയാ, പിന്നോട്ട് പോകേണ്ട ബുദ്ധിയും ഉണ്ടാവില്ല. ആകയാൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം, എൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. എൻ്റെ ഉമ്മയെയും കൂട്ടി ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, എൻ്റെ പെങ്ങളെയും കൂട്ടി ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, എൻ്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടാണ് ഖൈറ് എന്ന് അവരോട് പറഞ്ഞത് എവിടെ നിന്നായിരുന്നു? മദീനയിൽ വെച്ചായിരുന്നു, മക്കയിൽ വെച്ചായിരുന്നു. ആ മക്കയിലെയും മദീനയിലെയും പള്ളിയിലാണ് ആയിഷ ബീവി പോകാതിരുന്നത്, അതേ ഫാത്തിമ ബീവി പോകാതിരുന്നത്, മൈമൂന ബീവി പോകാതിരുന്നത്, റംല ബീവി പോകാതിരുന്നത്, സൈനബ് ബീവി പോകാതിരുന്നത്, നബിയുടെ ഭാര്യമാരും പെൺകുട്ടികളും പോകാതിരുന്ന പള്ളി മദീനത്തെയും മക്കയിലെയും വലിയ പുണ്യമുള്ള പള്ളിയാണ്. അതാണ് ഇമാം ശാഫഈ തങ്ങൾ പറഞ്ഞത്, ഫമാ അലിംതു മിൻഹുന്ന ഇംറാഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ജമാഅത്തിനും ഒരൊറ്റ വെള്ളിയാഴ്ച ജുമുഅക്കും നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു പെൺകുട്ടിയും അതിനു വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. ആ നബിയുടെ ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളുടെ ഭാര്യമാർ റളിയല്ലാഹു അൻഹും വഅൻഹുന്ന, അവരൊക്കെ സ്വർഗത്തിൽ കടക്കണമെന്ന് നബി തങ്ങളും സഹാബികളും ആഗ്രഹിച്ചതുകൊണ്ട് അവരുടെ ഭാര്യമാരോട് പള്ളിയിൽ പോകാൻ അവർ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറുഹുന്ന ബിഹി വലഅദിനൂ ലഹുന്ന ഫീഹി. ആ സ്ത്രീകൾക്ക്, ആ സഹാബികൾ സമ്മതം കൊടുക്കുമായിരുന്നു പള്ളിയിൽ പോകാൻ, ജമാഅത്തിനും ജുമഅക്കും പോകാൻ അവർ സമ്മതം കൊടുത്തിട്ടില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയും സഹാബത്തും പഠിപ്പിച്ചതാണ്, ഏതോ മൗലവിന്റെ തലയിൽ ഉദിക്കുന്ന യുക്തിയല്ല, ഏതോ വ്യക്തികൾ ഉണ്ടാക്കുന്ന മതമല്ല ഇസ്ലാം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, നിങ്ങൾ കണ്ടില്ലേ ഖുർആൻ പറഞ്ഞത്, തെറ്റ് ചെയ്തു പോയവർ റസൂലുള്ളാഹിന്റെ സമീപത്ത് വരട്ടെ, എൻ്റെ റസൂലുള്ളാഹിനോട് അതാ മധ്യവർത്തിയാകാൻ ആവശ്യപ്പെടട്ടെ, എൻ്റെ ദോഷം പൊറുക്കാൻ തങ്ങളൊന്ന് പറയണം എന്ന് അല്ലാഹ് അതാ നബി തങ്ങളോട് പറയട്ടെ. അവരല്ലാഹുവിനോട് സ്വന്തത്തിൽ മാപ്പ് പറയുകയും ചെയ്യട്ടെ. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തട്ടെ. അങ്ങനെ വന്നാൽ ദോഷം പൊറുക്കുമെന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു. ഇത് പടച്ചവൻ്റെ തീരുമാനമാണ്. അതിനെതിരെ ഒരു മനുഷ്യനിറങ്ങിയിട്ട് എൻ്റെ ദോഷം പൊറുക്കാൻ മുഹമ്മദ് നബി മധ്യവർത്തിയാകേണ്ടതില്ല, മധ്യവർത്തി വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ സ്വീകരിക്കാത്തവനാണ്, അവൻ അല്ലാഹുവിനെ അംഗീകരിക്കാത്തവനാണ്, അവൻ റസൂലുള്ളാഹിനെ സ്വീകരിക്കാത്തവനാണ്. അല്ലാഹ് പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പുരുഷനും പറ്റൂല, ഒരു മുഅ്മിനായ സ്ത്രീക്കും പറ്റൂല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു, അവന് പിന്നെ അവിടെ ഒരു ചോയ്സ് ഉണ്ടാകാൻ പറ്റൂല, മധ്യവർത്തി വേണ്ടാന്ന് വെക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, അല്ലാഹും റസൂലും പഠിപ്പിച്ചതിനപ്പുറം ഒരു ചോയ്സ് ഇല്ല. അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവിനും റസൂലിനും എതിരായി വല്ലവനും നീങ്ങിയാൽ, ഒരു പുതിയ ആശയമുണ്ടാക്കിയാൽ, ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ പിഴവ് പിഴച്ചുപോയി നബിയേ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് സത്യത്തിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളൊക്കെ പിഴവിലാണ്. അതിലൊരൊറ്റ മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ SYSന്റെയും SSFന്റെയും അതുപോലെ സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും അതുപോലെ SMAയുടെയും എല്ലാ പ്രവർത്തകരും ഒരുമിച്ചുകൂടി എല്ലാ മുസ്ലിമീങ്ങൾക്കും, അവിടെ സംഘടനാ വ്യത്യാസമൊന്നുമില്ല, നമ്മളെ സംഘടനയിൽപ്പെട്ടവരും പെടാത്തവരുമായ എല്ലാ മുസ്ലിമീങ്ങൾക്കും, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയ എല്ലാവർക്കും
എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആദർശ യാത്രയും സമ്മേളനവും ഈ 17-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. മഞ്ചേശ്വരത്ത് 17-ാം തീയതി 5 മണിക്ക് ആരംഭിക്കും. അവിടുന്ന് അങ്ങോട്ട് ഓരോ ജില്ലയിലും പല സ്ഥലങ്ങളിലായി നടക്കും. നിങ്ങളൊക്കെ ആ പരിപാടികളിൽ പങ്കെടുത്ത് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പഠിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വെറും ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നവരും ഉറൂസ് നടത്തുന്നവരും മാത്രമായാൽ പോരാ, അതൊക്കെ വേണം. അത് മാത്രം പോരാ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം, സുന്നത്ത് നോമ്പെടുക്കണം, സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം, ഖുർആൻ ഓതണം, സലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം, ഉമ്മ ബാപ്പയെ നന്നായി ബഹുമാനിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം, അനുസരിക്കണം. കുട്ടികളോട് കാരുണ്യം വേണം, ഭാര്യമാർക്ക് സന്തോഷം നൽകണം, അവരെ പീഡിപ്പിക്കരുത്, അവരെ ആക്രമിക്കരുത്, ചീത്ത വിളിക്കരുത്, അവരെ തെറി പറയരുത്, അവരെ നിന്ദിക്കരുത്. ഭർത്താവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, മറ്റുള്ള മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം. ഒരിക്കലും വർഗീയത ഉണ്ടാകുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്നുണ്ടാകരുത്. എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം, എല്ലാ സ്ഥലത്തും നന്മയുണ്ടാകണം, ധാരാളം സാധുക്കളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണം, വിവേചനമില്ലാതെ മതവ്യത്യാസമില്ലാതെ അതേ രോഗികളെ ശുശ്രൂഷിക്കണം, പാവപ്പെട്ടവർക്ക് സഹായം നൽകണം. ഭൂമിയിലുള്ളവർക്കൊക്കെ കാരുണ്യം നൽകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെറും മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യമെന്നല്ല. അതുകൊണ്ട് വളരെ വിശാലമായ ചിന്തയോടുകൂടി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് ഈമാനോടെ തഖ്വയോടെ ഒരിക്കലും ലഹരിയുമായി നമ്മൾ ബന്ധപ്പെടരുത്. നമ്മുടെ കുട്ടികൾ ഒരിക്കലും കഞ്ചാവിൻ്റെയോ ലഹരിയുടെയോ മയക്കുമരുന്നിൻ്റെയോ അടിമകളായി കൊടുവാളെടുത്ത് ഉമ്മയുടെ കഴുത്തിൽ കൊത്തുന്ന മക്കളായി പോകരുത്. നമ്മൾ നമ്മുടെ മക്കളെ ശരിയായ വഴിയിൽ ജീവിപ്പിക്കുകയും പഠിപ്പിക്കുകയും വളർത്തുകയും വേണം. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ ആ കുട്ടികളെ ചേർക്കുന്നൊരു സമയമാണിത്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, നമ്മുടെ ദഅവാ കോളേജുകളും ശരീഅത്ത് കോളേജിലുമൊക്കെ 2 വിദ്യാഭ്യാസവും കൊടുക്കാനുള്ള സർവ്വ സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കുന്നവർക്ക് അത് പഠിക്കാം, അതേ ഹ്യൂമാനിറ്റി എടുക്കുന്നവർക്ക് അത് പഠിക്കാം. എന്തും പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ദഅവാ കോളേജുകളിൽ ഉണ്ട്. അതുകൊണ്ട് ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഏകജാലകമായി നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഒക്കെയുള്ള കുട്ടികൾക്ക് ഇത് അഡ്മിഷൻ കൊടുക്കുന്നൊരു സമയമാണിത്. ഏത് സ്ഥാപനത്തിലാണോ പഠിക്കാൻ കുട്ടികൾ ഉദ്ദേശിക്കുന്നത് അത് ഫോറത്തിൽ അവർ പൂരിപ്പിച്ചു കൊടുത്താൽ അതേ സ്ഥാപനത്തിൽ തന്നെ അഡ്മിഷൻ കൊടുക്കും. അവിടെ സൗകര്യമുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ഏകജാലകം വഴി കുട്ടികളെ ചേർക്കുന്ന ഈ സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളെ നമ്മുടെ ദീനീ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് നമ്മുടെ കഴുത്തറുക്കുന്ന മക്കളാകാതെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ബോധവാന്മാരാകണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സംഘടിപ്പിച്ചവർ, ഇവിടെ എത്തിച്ചേർന്നവർ, ഇവിടെ ഭക്ഷണം നൽകുന്നവർ, അതിന് സഹായിച്ചവർ, ഇതിവിടെ വളണ്ടിയർമാരായി പ്രവർത്തിച്ചവർ, പ്രവർത്തിക്കുന്നവർ, ഈ മരുതടക്കം സ്ഥലത്ത് ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഞങ്ങൾക്കും ലോകം മുഴുക്കെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾക്ക് മുഴുവനും സർവ്വജനങ്ങൾക്കും നീ സർവ്വ നന്മകളും വർദ്ധിപ്പിക്കണം റഹ്മാനേ. രോഗമുള്ളവരുടെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാനേ. ആരോഗ്യത്തോടെ തഖ്വയോടെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘ ആയുസ്സും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. അല്ലാഹുവേ, ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഒക്കെ നൽകുന്നവർക്കും സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ഖൈറും ബറക്കത്തും നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. സർവ്വ ശർറുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, ഫൈനുകളിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി
നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.